ജേർണൽ ചെയ്യാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് പറിക്കാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ സ്റ്റിക്കർ കീറാണ്. ദേടാ കിടക്കണു അതങ്ങനെ കീറിപ്പോയി. ആ വാശിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റിക്കർ ട്വീസർ ഉണ്ടാക്കാൻ വിചാരിച്ചു. സംഭവം പേര് കേട്ടാൽ എന്തോ വലിയ സാധനം വിചാരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റേ സ്റ്റിക്കർ എടുക്കുന്ന ആ സാധനമല്ലേ, അതന്നെ. അപ്പോൾ ആദ്യം തന്നെ ഒരു നെയിൽ കട്ടറിൻ്റെ ആ മേൽഭാഗം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഭാഗം ചെറിയ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, പാരൻസിനോട് ഹെൽപ്പ് ചോദിക്കാം. ഇനി ഇതാ ഒരു സ്പോഞ്ച് എടുക്കുന്നു, അതിൻ്റെ നടുവിൽ വെക്കുന്നു, റബ്ബർ ബാൻഡ് ചുറ്റുന്നു. ഇതുവരെയൊക്കെ അടിപൊളി, പെർഫെക്റ്റ്. ഇത് അടിപൊളിയായിട്ട് വരുന്നുള്ള ഫുൾ കോൺഫിഡൻസോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു വാഷി ടേപ്പ് എടുത്ത് അതിനൊന്ന് അലങ്കരിക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇങ്ങനെ വെച്ചപ്പോൾ മനസ്സിലായി, പണിപാളി, രസമില്ല. പിന്നെ ഇതിങ്ങനെ ചുറ്റി കൊടുത്തു, വലിയ കുഴപ്പമില്ല. ഇനി ആ റബ്ബർ ബാൻഡ് എടുത്ത് ആ സ്പോഞ്ച് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ദേ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അടിപൊളി സെറ്റായി. ഞാൻ ഈ സ്റ്റിക്കർ ഫുൾ പറിച്ചെടുക്കുന്നുള്ള കോൺഫിഡൻസിൽ ഇതേ പറിക്കാൻ തുടങ്ങിയതാണ്. എടാ ഇപ്പോഴാണ് കളി തുടങ്ങിയത്. ഇത് വരണില്ല. ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കി, ഈ സാധനം ഇളകി വരണില്ല. ലാസ്റ്റ് എനിക്ക് സങ്കടമായി. ഞാൻ ആ സ്റ്റിക്കറും വലിച്ചെറിഞ്ഞ് ഈ സാധനവും വലിച്ചെറിഞ്ഞ് ഞാൻ തീരുമാനിച്ചു, കൈ തന്നെ മതി, കൈ കൊണ്ട് ഇത് പറിച്ചെടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇത് പാളിപ്പോയി. ആരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് കൈ ഉണ്ടല്ലോടാ. അപ്പോൾ ഇനി ഒരു 5 ദിവസത്തേക്ക് ഞാനൊരു ജേർണലിംഗ് സീരീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ, തീം ഏതാന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. സോ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.